എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ജീവിതത്തിൽ വിജയിക്കാനും വെല്ലുവിളികളെ നേരിടാനുമുള്ള ഒരാളുടെ കഴിവിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതായത് എത്ര നെഗറ്റീവ് ഇമ്പാക്റ്റോ എത്ര ജീവിതത്തിൻ്റെ തളർച്ചയോ ഉണ്ടായാലും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് അവിടെ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഏതു മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. മാത്രമല്ല വെല്ലുവിളികളെ സധൈര്യം നേരിടാനും സാധിക്കും. ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും മെച്ചപ്പെടുത്താനും നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി സ്വീകരിക്കുക, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് വിശകലനം ചെയ്യുക, താല്പര്യമുള്ള മേഖലകളിൽ അറിവ് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നമുക്ക് ഓരോ മേഖലകളിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. നമ്മൾ അലസനാണോ മിടുക്കനാണോ എന്നല്ല നമ്മുടെ ശരീരഭാഷയിലൂടെ മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് സാധിക്കും. നമ്മുടെ നടപ്പ്, നമ്മുടെ നിൽപ്പ്, നമ്മുടെ കണ്ണുകൾ എന്നിവയിലൂടെയെല്ലാം മറ്റൊരാൾക്ക് നമ്മളെ അളക്കാനാകും. അതിനായി നമുക്ക് നമ്മുടെ ശരീരഭാഷയെ മാറ്റിയെടുക്കേണ്ടി വരും. അത് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവും. നമ്മുടെ പോരായ്മ എന്താണെന്നും ശക്തി എന്താണെന്നും മനസ്സിലാക്കി കഴിവുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം 10 മടങ്ങാക്കാം. നമ്മൾ തന്നെ നമ്മളെ സ്വയം ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതിരിക്കുക, അതുപോലെ ക്ഷമാരൂപണത്തിലും സംസാരിക്കാതിരിക്കുക. നമുക്ക് ലഭിച്ചത് നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് കിട്ടിയത് എന്ന് സ്വയം മനസ്സിലാക്കുക. ഇത് നമുക്ക് ആത്മവിശ്വാസം തരും. അല്ലാതെ തെറ്റുപറ്റിപ്പോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അത് നമ്മളെ അശക്തനായി കാണാൻ മാത്രമേ സഹായിക്കൂ. ഭയം എന്താണെന്ന് തിരിച്ചറിയണം, ആശങ്ക ഒഴിവാക്കണം. നമ്മളെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുത്ത് നന്നായി ചെയ്യുക. അതിനെക്കുറിച്ചൊന്ന് പഠിച്ചെടുത്താൽ മതി. അത് നമുക്ക് വളരെ ലളിതമായി തന്നെ ചെയ്യാൻ കഴിയും. വിമർശനങ്ങൾ നേരിടുമ്പോൾ നല്ലതിനെ സ്വീകരിക്കുകയും കുറ്റപ്പെടുത്തലുകളിൽ തളരാതിരിക്കുകയും ചെയ്യുക. ഈഗോ അടിക്കേണ്ട കാര്യമില്ല. ഓരോ പ്രശ്നങ്ങളിലും ഈഗോ അടിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. വിമർശനങ്ങളെ വളരാനുള്ള അവസരമായി എടുക്കുക. അത് നമ്മുടെ കഴിവുകളെ മികച്ചതാക്കും. നമ്മൾ ചിന്തിക്കുന്നതിനും കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. ഇത് പരിഗണിക്കുക. ദൈനംദിന ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നതിന് ആത്മവിശ്വാസം വളരെ അത്യാവശ്യമാണ്. സ്വന്തം കഴിവിലും ലക്ഷ്യബോധത്തിലും വിശ്വസിക്കുന്നവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും പ്രശ്നമല്ല. അവർ തളരാതെ മുന്നോട്ട് തന്നെ പോകും. മനസ്സും ശരീരവും ബുദ്ധിയും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അസാധ്യമായി ഒന്നുമില്ല. വിഷാദത്തിലിരിക്കുന്ന ഓർമ്മകളും ഉണ്ടാകും. മനസ്സിനെ തളർത്തുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. അതിനെ സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അകലം പാലിക്കാനും പഠിക്കണം. താങ്ങായി നിൽക്കുന്നവരെ മാത്രം കേൾക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം ആഗ്രഹിക്കുക. ആത്മവിശ്വാസം താനെ വന്നു തുടങ്ങും. അപ്പോൾ വീഡിയോ കണ്ട എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാ മാന്യ യൂട്യൂബ് പ്രേമികൾക്കും നന്ദി, നമസ്കാരം.